ഞാനിവിടെ എണീറ്റ് നിൽക്കുമ്പോൾ തന്നെ കുറേ പേര് മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ഇന്നിപ്പോൾ ഏത് രാജാവിൻ്റെ കഥയായിരിക്കും പറയാൻ പോകുന്നതെന്നുള്ളത്. രാജാവിൻ്റെ കഥ എന്തായാലും നമുക്ക് പറയണം. നമ്മൾ ഒരുപാട് പറയുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിരിക്കും ഒരു കഥ, അല്ലേ? അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. നമ്മൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എങ്ങനെ നല്ല ആശയവിനിമയം നടത്താം, അതെങ്ങനെ നല്ല റിസൾട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള വിഷയത്തിനെ ആസ്പദമാക്കിയിട്ട് സംസാരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഥയിലേക്ക് വരാം. പതിവ് പോലെ അല്ല, ഈ രാജാവ് കുറച്ച് വ്യത്യസ്തനായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, ആൾക്ക് അസുഖം വന്നുപോയി. നോർമൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് മാറിയില്ല, രോഗം കൂടിപ്പോയി, രോഗശയ്യയിലായി. എല്ലാവർക്കും പ്രതീക്ഷയൊക്കെ പോയി, രാജ്യകാര്യങ്ങളൊക്കെ സ്തംഭിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ വന്നപ്പോൾ രാജാവ് ഈ കവടി നോക്കുക, എന്താ പറയുക, നമ്മൾ പ്രശ്നം വെപ്പിക്കുമല്ലോ, ജോത്സ്യനെ വിളിച്ചിട്ട് ഇനി എന്തെങ്കിലും പ്രതീക്ഷയുടെ കണിക ബാക്കിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊട്ടാരം ജോത്സ്യനെ വിളിച്ചു വരുത്തി. അപ്പോൾ ജോത്സ്യന് നോക്കിയിട്ട് വളരെ വിഷണ്ണനായിട്ടാണ് എണീറ്റത്. രാജാവേ, എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ നോക്കിയിട്ട് കാണുന്നത് നിങ്ങൾ ഇനി അധിക കാലം ജീവിച്ചിരിക്കില്ല, നിങ്ങൾ മരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, നിങ്ങൾക്ക് ഇനി ആയുസ് ബാക്കിയില്ല, നിങ്ങൾ എൻ്റെ അടുത്തു നിന്നാണ്. പക്ഷേ രാജാവിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറയേണ്ടത് നിങ്ങൾ തട്ടിപ്പോകുന്നുള്ളത്. ആകെ സീനായി, പ്രശ്നമായി. പിന്നെ ജ്യോത്സ്യൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ, അത് തീരുമാനമായി. അപ്പോഴേക്ക് ഇവിടെ രാജ്യത്ത് വേറെ പ്രഗത്ഭരായ ജ്യോത്സ്യന്മാരൊന്നും വേറെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രമുഖരെ വിളിച്ചു വരുത്തി കൊണ്ടുവന്നു. പക്ഷേ അവരുള്ള സത്യം പോലെ പറഞ്ഞു. രാജാവിന് ഇഷ്ടപ്പെട്ടില്ല, തുറുങ്കിലായി, തല പോയി, പ്രതിസന്ധി മായണമില്ല. അപ്പോൾ ആരോ രാജാവിനോട് ഉപദേശിച്ചു, അപ്പുറത്തെ രാജ്യത്ത് നല്ല പ്രഗത്ഭനായ ഒരു ജ്യോത്സ്യനുണ്ട്, അദ്ദേഹത്തെ കൊണ്ടുവന്നാൽ അദ്ദേഹം ഒന്നും കൂടി കൃത്യമായിട്ട് വിഷയത്തിൽ പറയുമെന്ന്. അങ്ങനെ ആളെ വിട്ട് പിന്നെ ജ്യോത്സ്യനെ കൊണ്ടുവന്ന്. പക്ഷേ വന്നപ്പോൾ തന്നെ ജ്യോത്സ്യന് മനസ്സിലായി ഇതിവിടെ വന്നാൽ തടി കേടാവുന്ന കേസാണ് എന്നുള്ളത്. കാരണം മുമ്പത്തെ കഥകളൊക്കെ സ്വഭാവമായിട്ട് കേൾക്കുമല്ലോ. പിന്നെ പ്രശ്നമൊന്നും വെക്കാത്ത തന്നെ രാജാവിൻ്റെ കടുപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി രാജാവിൻ്റെ തടി ആൾറെഡി കേടയിക്കണോ, വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നുള്ളത്. എന്നാലും പ്രശ്നം വെച്ച് നോക്കിയിട്ട് രാജാവിനോട് പറഞ്ഞതിൻ്റെ മുമ്പ് ജ്യോത്സ്യൻ ചെറുതായിട്ടൊന്ന് ഗിയർ ചേഞ്ച് ചെയ്തു. ഭയങ്കര സന്തോഷത്തിലാണ് ജ്യോത്സ്യൻ എണീച്ചത്. ഭയങ്കര വണ്ടടിച്ചിട്ടാണ്. അപ്പോൾ തന്നെ എല്ലാവർക്കും ചുറ്റുവട്ടത്തുള്ളവരും പരിചാരകർക്കൊക്കെ ആകാംക്ഷയായി. സാധാരണ ഇങ്ങനെ അല്ലല്ലോ ഉണ്ടാവാറുള്ളത്. അപ്പോൾ രാജാവക്ക് പിന്നെ വയ്യാതിരിക്കുന്നിടത്തുനിന്നൊക്കെ എന്താണ് എന്താ നിങ്ങൾ കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു, നിങ്ങൾ എന്തൊരു ലക്കിയാണ് മനുഷ്യ. പിന്നെ രാജാവേ, യു ആർ സോ ബ്ലെസ്ഡ്, നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ, എന്ത് ഭാഗ്യം, ഈ വയ്യാതെ കിടക്കണ എന്നോടാണോ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു, സാധാരണ മരണം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്, പക്ഷേ നിങ്ങളുണ്ടല്ലോ, നമ്മളാരും പോലൊന്നുമല്ല. ഞാൻ നോക്കിയപ്പോൾ കാണേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളെ കൂടെ നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങളെ ചുറ്റും നിങ്ങളെ ബന്ധുക്കാർ, കുടുംബക്കാർ, വേണ്ടപ്പെട്ടവരും ഒക്കെ ചുറ്റുവട്ടത്ത് നിങ്ങളെ കയ്യാളായിട്ട് നിൽക്കുന്ന സമയത്ത് രാജകീയമായിട്ടുള്ള വിടവാങ്ങലായിരിക്കും ഒക്കെ ഉണ്ടാവുക. ബാക്കിയുള്ള നമ്മളൊക്കെ പോലെയുള്ള കാര്യമാവില്ല എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് ഭയങ്കര പ്രൗഡ്, ഭയങ്കര അഭിമാനം, സന്തോഷം, ഭയങ്കര പാരിതോഷികങ്ങൾ കൊടുത്തിട്ട് അയാൾ പറഞ്ഞു വിട്ടു എന്നാണ്. അപ്പോൾ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മുമ്പ് വന്ന് പറഞ്ഞ ജ്യോത്സ്യന്മാർ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞ ജ്യോത്സ്യൻ പറഞ്ഞതും ഒക്കെ ഒന്ന് തന്നെയായിരുന്നു, നിങ്ങൾ തട്ടിപ്പോകുന്നതിനാണ് പറഞ്ഞത്. പക്ഷേ പറഞ്ഞ രീതി, ട്യൂണ് വ്യത്യാസം ഉണ്ടായിരുന്നു, പ്രസൻറ്റ് ചെയ്ത രീതി വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മളുടെ ബിസിനസ്സിൽ, വ്യക്തി ജീവിതത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ ഒക്കെ നമ്മൾ പലപ്പോഴും ഒരുപാട് അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത്, ഈഗോ ക്ലാഷ് ഉണ്ടാകുന്നത് ഒക്കെ നമ്മൾ പറയുന്ന രീതി ചിലപ്പം നേരെ പറഞ്ഞതായിരിക്കും, പക്ഷേ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. എന്ന രൂപത്തിലുള്ള ചെറിയ കാര്യങ്ങളായിരിക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ നമ്മൾ സഹപ്രവർത്തകർക്കിടയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളോട് നല്ല രീതിയിലായിരിക്കും നമ്മളെ മാനേജർ സംസാരിക്കുന്നുണ്ടാവുക. പക്ഷെ അവരോട് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് വളരെ റൂഡായിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ഒറ്റ പോയിന്റ് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഉച്ചയ്ക്ക് തീരേണ്ട പണി ചിലപ്പോൾ വൈകുന്നേരമായിട്ടും തീരാത്തത്. അങ്ങനത്തെ ഒക്കെ ഒരുപാട് വിഷയങ്ങൾ. അധിക കമ്പനികൾക്കും ഓപ്പറേഷണൽ പ്രോബ്ലംസിനേക്കാളും കൂടുതൽ ഈ ഒറ്റ കമ്മ്യൂണിക്കേഷൻ്റെ വിഷയം കൊണ്ടാണ് ബാക്കിലേക്ക് പോകേണ്ടി വരുന്നത് എന്നുള്ള ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ ഈ ഒറ്റ വിഷയത്തിൽ നമ്മുടെ ഇൻസൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇഫ് യു വാണ്ട് മോർ റെഫറൽ, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. ഇഫ് യു വാണ്ട് സ്ട്രോങ് ടീം, കമ്മ്യൂണിക്കേറ്റ് റെസ്പെക്ട്ഫുള്ളി. അവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവും. നമ്മൾ അഭിപ്രായം നടപ്പിലാക്കുമ്പോഴും അവരുടെ അഭിപ്രായങ്ങൾ മാനിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ഇഫ് യു വാണ്ട് ലോയൽ കസ്റ്റമേഴ്സ്, കമ്മ്യൂണിക്കേറ്റ് ഇമോഷണലി, മനസ്സിലൂടെ നമ്മൾ ഹേർട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് തോന്നിയാൽ തന്നെ നമ്മൾ വിക്കിയിട്ടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് ഭാഷ സംസാരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഒക്കെ അയാളെ കണ്ണിൽ നോക്കുമ്പോൾ, മുഖത്ത് നോക്കുമ്പോൾ, ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ അയാൾ മനസ്സ് തട്ടിയിട്ടാണ് കേട്ടോ പറയേണ്ടത്, ഹോണസ്റ്റ് ആയിട്ടാണ് പറയേണ്ടത് തോന്നിയാൽ തന്നെ ഏത് ക്ലോസ് ആവാത്ത ബിസിനസ്സും ക്ലോസ് ആവും, ഏത് ശരിയാവാത്ത ബന്ധങ്ങളും ശരിയാവും. ഇപ്പോൾ എല്ലാവരും നമ്മുടെ യുദ്ധഭീതിയിലാണല്ലേ. ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ് വാക്കുകൾ എന്നുള്ളതാണ്. യുദ്ധങ്ങളെക്കാളും ഒക്കെ അപ്പുറം ആഘാതങ്ങൾ ഉണ്ടാക്കിയത്, ലോകത്ത് മുഴുവൻ ആഘാതങ്ങൾ ഉണ്ടാക്കിയത് വാക്കുകളാണ്. വിസ്മയങ്ങൾ ഉണ്ടാക്കിയതും വാക്കുകളാണ്. അപ്പോൾ വാക്കുകൾ കൊണ്ട് വിസ്മയങ്ങൾ തീർക്കാൻ ലൈഫിൽ, കുടുംബജീവിതത്തിൽ, അങ്ങനെ ലോകത്തിലൊക്കെ സമാധാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കട്ടെ. Those unheard are seated. Thank you.
നല്ല ഗിഫ്റ്റ് കൊടുക്കണം, സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെയുണ്ട്. പക്ഷെ വെറൈറ്റി ആക്കാൻ ഐഡിയ കിട്ടുന്നില്ല എന്നാണോ പ്രശ്നം? എന്നാ അത് തീർന്നോട്ടോ. Because you know, and so on. Your responsible experience partner. With smart pricing and low minimums, gifting has never been this easy. Because at And So On, those unheard are sweeter. ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ.